വലുതുകാലം വെച്ച് കയറുമ്പോഴേ എല്ലാവരോടും അകത്തോട്ട് വരാൻ പറ. അല്ലേ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കാന്നല്ലേ? ഇല്ല, ശാലിമോൾ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. അയ്യോ, എന്നിട്ട് എവിടെയാണോ പോയി കാണും. സാധാരണയായിട്ട് അവൾ ഇവിടെയാണ് കിടക്കാറ്. അല്ല, ഇനി മുതൽ അത് പറ്റില്ലല്ലോ. എന്താ ഞാൻ പറഞ്ഞത് ഒരു റിയാക്ഷനും ഇല്ലേ? നാണമായിരിക്കും. ആഹാ, നീ ഇവിടെ വിളിച്ചിരിക്കായിരുന്നു കള്ള പാതാണി. മോള് വാ, നിന്നെ അപ്പുറത്തോട്ടേ കിടത്താം. വേണ്ട വേണ്ട, ആന്റിയുടെ മുറി ഇതാണ്. മുറി മാറി കിടന്ന ആന്റിക്ക് ഉറക്കം വരത്തില്ല. മോളിവിടെ ഉണ്ടോ? അയ്യോ ഉണ്ട്. ആഹാ, നീ ഇവിടെ വന്നിരിക്കണോ? ഞാൻ മോളെ മമ്മിയിലൂടെ കിടക്കാം. ഞാൻ ഇവിടെ കിടന്നാലോ മമ്മി? നീ വരുന്നുണ്ടോ അതോ മുത്തശ്ശി വിളിക്കണോ? അയ്യോ വേണ്ട. എന്നാ വാ. ഗുഡ് നൈറ്റ് ആന്റി. ഗുഡ് നൈറ്റ് അങ്കിൾ. ഓ ചേട്ടത്തി, ഇവിടെ പ്രത്യേകം നോക്കണേ. മോളെന്താ വീട്ടിരിക്കുന്നത്? ഉറങ്ങാറായില്ലേ? നീ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല, നീ ഇവിടെ ഇങ്ങനെ അടങ്ങിയിരിക്കില്ലെന്ന് ഡാഡിക്ക് അറിഞ്ഞൂടെ? ഡാഡി, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായില്ലേ? അതെ. എന്നിട്ട് ഇതുവരെ ചേച്ചിക്ക് ഒന്നിങ്ങോട്ട് വരാൻ തോന്നിയില്ലല്ലോ. എനിക്ക് ചേച്ചി ഇല്ലാതെ ബോറടിക്കുന്നു ഡാഡി. വിവാഹം കഴിഞ്ഞാൽ എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണ് മോളെ. അവർക്ക് ഭർത്താവായി, അവരുടെ കാര്യങ്ങളായി. നിന്റെ വിവാഹം കഴിയുമ്പോഴേ നിനക്ക് മനസ്സിലാവും. മോൾക്ക് ശ്രീദേവിയെ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ വരെ ഒന്ന് പോയിട്ട് വാ. അവളുടെ വിശേഷങ്ങളും അറിയാം. നിനക്കിപ്പോ വെക്കേഷൻ അല്ലേ? കോളേജ് തുറക്കാൻ 2 മാസം ഉണ്ടല്ലോ. ഞാൻ പോയ ഡാഡി ഇവിടെ ഒറ്റയ്ക്ക്. അതിനിവിടെ വേലക്കാരില്ലേ മോളെ? എന്ന് ഞാൻ പോട്ടെ ഡാഡി. നാളെ ഞായറാഴ്ചയല്ലേ? കാലത്ത് വണ്ടിക്ക് തന്നെ പോയിക്കോ. മോള് വരുന്നുണ്ടോന്നുള്ള വിവരത്തിന് ഞാൻ ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് പറയാം. വേണ്ട വേണ്ട, ഫോൺ ചെയ്തൊന്നും പറയണ്ട. ഞാൻ ചെല്ലുന്നത് ചേച്ചിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. സോറി മമ്മി. ഈയിടെയായിട്ട് വാര്യർക്ക് കൈപ്പുണ്യം ഏറിയിട്ടുണ്ട്. കറിക്കൊക്കെ നല്ല രുചി. ഇപ്പൊ കറിയൊക്കെ വയ്ക്കുന്നത് ശ്രീദേവിയാണ് ഡാഡി. ആ നമ്മളെ അതാ ഒരു രുചി വ്യത്യാസം. വാര്യരെ ആരാണെന്ന് നോക്കൂ. ത്രിവിക്രമപിള്ള ആയിരിക്കും. ചേച്ചിയുടെ ഹായ് ചേച്ചി. എന്താ സാറേ, വിവാഹം കഴിഞ്ഞ് ഭർത്താവിനെ കിട്ടിയപ്പോ ഡാഡി വീടൊന്നും വേണ്ടുന്നല്ലേ? ചേച്ചി ഒന്ന് കൊഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അയ്യോ ഞാൻ മറന്നുപോയാണ്. സോറി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആന്റി. ഹായ് ശാലിമോളെ. മോളി ആന്റി അറിയോ? അറിയാം. നിധിക്ക് അയ്യോ ആന്റി മോൾക്ക് സ്വീറ്റ്സ് വാങ്ങിച്ചോണ്ടിരാൻ മറന്നുപോയി. സോറി മോളെ. സാരില്ല ആന്റി. വരുന്ന വിവരം ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി അയക്കുമായിരുന്നല്ലോ. ആന്റി എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. എന്തൊരു വിശപ്പ്. മഞ്ജു പുറത്തുനിന്ന്
പൊട്ടുന്ന മരുന്നല്ലേ, കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട്. ഞാൻ രാവിലെ കുളിച്ച് ഫ്രഷ് ആയതാ, കൈയൊക്കെ ക്ലീനാ. എങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് കഴിച്ചൂടെ? നിന്നുകൊണ്ടാണോ കഴിക്കുന്നത്? എങ്ങനെ കഴിച്ചാലും വയറ്റിലേക്കല്ലേ ആന്റി പോകുന്നേ? മഞ്ജു, ഹലോ, ഹൗ ആർ യു മാൻ? ആ, പിന്നെ എങ്ങനെയുണ്ട് ഡോക്ടർ ജീവിതമൊക്കെ? ഇപ്പൊ വീഡിയോ കേസിട്ടൊന്നും വാങ്ങാൻ പോവാറില്ലേ? ആ, എന്നിട്ട് ഫസ്റ്റ് ബ്ലഡ് ഉണ്ടോ? ഇല്ല. അയ്യോ, കാണണം. എന്ത് ബെസ്റ്റ് പടമാണെന്നറിയോ? ലഗേജ് ഒന്നും കൊണ്ടുവന്നില്ലേ? ടാക്സിലുണ്ട്. എന്നിട്ടാണോ ഇവിടെ നിൽക്കുന്നത്? പ്ലീസ്, ആ ലഗേജ് ഒന്നും എടുത്തു വെപ്പിക്കാം. പിന്നെ ടാക്സിക്കാരന് കാശ് കൊടുത്തിട്ടുണ്ട്, ബാലൻസ് വാങ്ങിച്ചോളൂ പ്ലീസ് ഡോക്ടർ. പോയിട്ട് വരൂ. വരേ. ശ്രീദേവി, മഞ്ജിനെ വിളിച്ച് നിന്റെ മുറിയിൽ കൊണ്ടുപോകും. ഭക്ഷണം ഞാൻ അവിടെ കൊടുത്തയക്കാം. ഞാൻ ഇവിടെ നിന്ന് കഴിച്ചോളാം. വീണ്ടും അകത്ത് വരും. നീ എന്നീ കാണിച്ചത് ഇങ്ങനെ ഒച്ച വെച്ച് ചിരിക്കാനും സംസാരിക്കാനും നമ്മുടെ വീടാണെന്നാണോ നിന്റെ വിചാരം? എല്ലാത്തിനും അടുക്കും ചിട്ടയും ഡിസിപ്ലിനും ഒക്കെയുള്ള ഒരു വീടാണിത്. എന്താ 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 സംസാരിക്കാൻ പോലും പാടില്ലെന്നോ? ഇവിടെ എന്താ എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുന്നു? മോൾ എങ്ങനെ ഇവിടെ കഴിച്ചു കൂട്ടുന്നു? സമ്മതിക്കണം, എനിക്കിവിടെ ഒരു കുറവുമില്ല. എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഭർത്താവുള്ളപ്പോൾ മറ്റെന്ത് കുറവുണ്ടെങ്കിലും അതെനിക്ക് സഹിക്കാനേ ഉള്ളൂ. ചേച്ചിയുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ചേച്ചി ഇവിടെ പേടിച്ച് കഴിയാണെന്ന്? ചേച്ചിയെ പെണ്ണ് കാണാൻ ചേട്ടനെ അയക്കാതിരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവിടെ സ്ത്രീഭരണമാണെന്ന്. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പോഴേ നോക്കിയും കണ്ട് നിന്നില്ലെങ്കിലേ ചേച്ചിയും ചേട്ടനെയും ചിലപ്പോ ആന്റി 2 മുറി കിടത്തി ഉറക്കും. ഒന്ന് പതുക്കെ പറയടി, ഒന്നും കേൾക്കണ്ട. ഓ പിന്നെ കേട്ടാലെന്താ, എന്റെ മൂക്ക് ചെത്തുവോ? ആ ഫോറസ്റ്റ് അങ്ങനെ ഇനി ഒന്ന് കാണട്ടെ. കല്യാണം കഴിഞ്ഞ പിന്നെ ആളെ കണ്ടിട്ടേ ഇല്ല. ഇത് കുറെ ഉണ്ടല്ലോ. ലക്ഷണം കണ്ടിട്ട് പെർമനന്റ് സ്റ്റേ ആണെന്ന് തോന്നുന്നു. എന്റെ വെക്കേഷൻ 2 മാസം, അത് കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അതിനു മുമ്പ് മമ്മി ഇവിടുന്ന് പാക്ക് ചെയ്യാതിരുന്നാ മതി. ഇതാ ബാലൻസ്. ആ വെച്ചോളൂ, ലഗേജ് ഒക്കെ എടുത്തതല്ലേ. മഞ്ജു, നീ വന്നു കയറുന്നതിന് മുമ്പ് തുടങ്ങിയോ? സോറി രവി. സാരമില്ല ചേട്ടത്തിയമ്മേ, ഇതേ തലക്കിട്ട് കിട്ടാത്തതിന്റെ കുഴപ്പമാ. എന്താ മഞ്ജു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? 2 ദിവസം ചേച്ചിയുടെ കൂടെ കഴിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടുത്തെ പോലീസ് ചിട്ടയൊക്കെ കണ്ടിട്ട് ഒരു ശുദ്ധികലശം നടത്തേണ്ടി വരുമെന്നാ തോന്നുന്നത്. ദേ, എത്ര ദിവസം വേണമെങ്കിലും എന്റെ മോൾ ഇവിടെ നിന്നു. ഇല്ലാത്ത കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. എനിക്കിവിടെ ജീവിക്കേണ്ടതാ. ചേച്ചി ഒന്ന് ചുമ്മാ ഇരി. ഇതേ 20th സെഞ്ചുറിയാ. ആ, എനിക്കൊന്ന് കുളിക്കണം. ബാത്റൂം എവിടെ? അവിടെ. ആന്റി, ഹായ്. സേമിയ പായസം എനിക്ക് വലിയ ഇഷ്ടം. മധുരം കുറച്ച് കൂടുതൽ ഇട്ടോ. ഇവിടെ ആരും അടുക്കള ചെരുപ്പിടാറില്ല. സോറി ആന്റി. ഹായ് ആപ്പിൾ. നീ കയ്യോ കഴിയിട്ടില്ല. ആപ്പിളെങ്കിലും കഴിയിട്ട് തന്നൂടെ? ഫ്രൂട്ട്സ് കഴുകാതെ നിന്നാലേ ഫലം കിട്ടുമെന്ന് പേപ്പറെ കണ്ടു. ആന്റി ഇത് വായിച്ചില്ലല്ലേ? വരാൻ ചായ. ഇപ്പൊ ചായ കുടിക്കേണ്ട സമയമല്ല അല്ലേ വരേ? അതെ. ചായ കുടിക്കാൻ അങ്ങനെ പ്രത്യേക സമയമൊന്നുമില്ല. ചായ എപ്പോഴും കുടിക്കാമല്ലോ അല്ലേ വരേ? ഓക്കെ സാർ. മമ്മി, എന്താ? ഡോക്ടർ ജോസഫ് ചെറിയാൻ വിളിച്ചിരുന്നു. നാളെ രാവിലെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, അല്ല ആർക്കും ഇവിടെ അസുഖം? ഡാഡിക്ക്. അതിനിവിടെ ഈ ഡോക്ടറില്ലേ? ഡോക്ടർ ജോസഫ് ചെറിയ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറാ. മാസത്തിൽ ഒരിക്കൽ വന്ന് ഡോക്ടർ ഞങ്ങളെയൊക്കെ ചെക്കപ്പ് ചെയ്യും. അപ്പൊ ഡോക്ടർ സാർ മാർക്ക് ലിസ്റ്റ് എടുത്ത് ഡോക്ടറായ പാർട്ടി ആയിരിക്കും. ഓ, എന്തൊരു സൂട്. ഇവിടെ ആരും കാണുന്നില്ല പണ്ടാറം. തിരുമൽ ദേവാ, നമുക്ക് നല്ല ബിസിനസ് നടക്കണേ. താനായിരുന്നു
താനിത് എപ്പോഴും വീഡിയോ കാസറ്റ് ആയിട്ട് വരുന്ന മമ്മി കണ്ടോണ്ടല്ലോ. കൊച്ചമ്മ കാറിൽ പോകുന്ന 2 കണ്ണുണ്ട് കണ്ടല്ലോ. ആ ഏതൊക്കെ പടങ്ങളുണ്ട്? നല്ല നല്ല പുരാണ പടങ്ങളുണ്ട്. ശ്രീരാമ പട്ടാഭിഷേകം, ഭക്ത കുചേള, പാലാട്ട് കേമൻ. ആ അതൊക്കെ താൻ തന്നെ കണ്ടാ മതി. മമ്മൂട്ടിയുടെ വല്ല പടങ്ങളുണ്ട്? ഉണ്ടല്ലോ. ആ ഉണ്ടെങ്കിൽ യൗവനിക അതുണ്ട്. എങ്ങനെ ഉണ്ടാക്കാണ്? അതും വേണ്ട. ആ കാണാമറയത്തുണ്ട്. ആ അതെ. തിരുമല ദേവ ഇനി രുക്മയുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സ്ഫോടനമുണ്ട്. അത് വേണ്ട. അതിറാത്രം. ആ അതെ. ഇനിയും കഥ തുടരും. അതോട് ഇങ്ങനെ പോയാലേ നിന്റെ കഥ അധികം തുടരില്ല. ദിവസം എത്ര ഗ്യാസിന്റെ അടുത്ത് കൂട്ടുന്നത്? മമ്മി അറിഞ്ഞോണ്ടല്ലോ. മമ്മി സെൻസർ ഓഫീസ് വരുന്നതിന് പറഞ്ഞ ഇതെല്ലാം അങ്ങനെ തിരിച്ചു കൊടുക്കും. ആ പോയാലും പുസ്തകത്തിൽ വായിക്കി. ഓ ആ എന്തായി? ഞാൻ പറഞ്ഞ ഗ്യാസ് കിട്ടി. വലിയ പ്രൈസാണ്, കോസ്റ്റ്ലിയാണ്. എത്ര? 150 രൂപയാവും വിലയ്ക്ക്. നോക്കാൻ മാത്രം. ഒന്ന് നോക്കാം. 150 രൂപ. അത് കൂടുതല. അയ്യോ ഇത് സർട്ട് വേറെയാണ് സാറേ, കോപ്പിയല്ല, ഒറിജിനലാണ്. ഇതേ കല്യാണമോ ചോദിക്കില്ലേ, സത്യ സാധനമാണ്. വേഗം. ഇത് 10 കമാൻഡ്മെന്റ്സ് അല്ലേ? അതെ സാറേ, 10 കൽപ്പനകൾ തന്നെ. പുതിയതായി കല്യാണം കഴിച്ചവർക്കുള്ള എല്ലാ ഐറ്റംസ് ഇതിലുണ്ട്. ഈ വക കാസറ്റുള്ള ഈ പേരിൽ ഇറക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ എന്നെ ഉള്ളിൽ പോയതേ തിരുമൽ ദേവ. മതി മതി. എനിക്ക് ഈ കാസറ്റ് എന്ന് വരും ഒറ്റ കുഞ്ഞറിയാം. കണ്ടിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. എന്ന് വെച്ചാൽ താൻ ഇങ്ങോട്ട് വേണ്ടെന്ന് മനസ്സിലായോ? എവിടെ നോക്കെ? ഇന്നുറക്കം, നാളെ കടം. വളരെ വലിയ നന്ദി. ഇന്നൊരു കലക്ക് കലക്ക്. അയ്യോ അല്ല ഇത് ഹായ് 10 കമാൻഡ്മെന്റ്സ്. തെലുങ്ക് ഞാൻ കണ്ടിട്ട് വരാം. ഞാൻ പറയുന്നത് മനസ്സിലാക്കാം മഞ്ജു. മഞ്ജു മഞ്ജു പ്ലീസ് പറയുന്നത് മഞ്ജു. മഞ്ജു ഇതാ മഞ്ജു. മഞ്ജു ഇത് അതല്ല, കാണാൻ കൊള്ളില്ല മഞ്ജു. മഞ്ജു മഞ്ജു ഇത് നോക്കണേ മഞ്ജു. അയ്യോ മഞ്ജു 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 നിക്ക് മഞ്ജു. അയ്യോ മഞ്ജു ഞാൻ പറയുന്നേക്കാം. അയ്യോ മഞ്ജു മഞ്ജു ഞാൻ പറയുന്നേക്കാം മഞ്ജു. പ്ലീസ് പ്ലീസ് മഞ്ജു 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 ബഹളമല്ല മഞ്ജു. ഇത് കാണാൻ പാടില്ല മഞ്ജു. മഞ്ജു സെറ്റ് ചെയ്താവും മഞ്ജു. മഞ്ജു അങ്ങനത്തെ ക്യാസറ്റാണ് മഞ്ജു. അയ്യോ മഞ്ജു മഞ്ജു പറയുന്നേക്ക് മഞ്ജു. മഞ്ജു മഞ്ജു ഇല്ല മഞ്ജു. എന്ത് അങ്ങാടിക്കണോ? അയ്യോ ഞാൻ എന്ത് ചെയ്യും? അയ്യോ എന്ത് ചെയ്യും മഞ്ജു? അയ്യോ മഞ്ജു പ്ലീസ് മഞ്ജു ഇപ്പൊ ഇടരുത് മഞ്ജു. മഞ്ജു പിന്നെ തരാം. അയ്യോ എന്റെ ദൈവമേ. കറണ്ട് പോയല്ലോ. കറണ്ട് വന്നിട്ട് ഞാനൊന്ന് വിളിക്കാം. മറക്കാതെ വിളിക്കണേ. മറക്കാതെ വിളിക്കാം. അയ്യോ ഓ ഇനി കറണ്ട് വരാതെ കുന്തം വെളി വരില്ലല്ലോ. ഇവിടെ കുത്തിയിരിക്കാം. അയ്യോ